ആവശ്യമില്ലാതെ അവിടെ കിടന്ന് കടലാസ് ഉറപ്പിക്കാനോ നമുക്ക് എൻട്രി ഉണ്ട് അത് ചെയ്യാനോ ഇനി വരാൻ നിൽക്കണ്ട. ലാലേട്ടൻ നോക്കും. നാളെ പാട്രിയേറ്റ് റിലീസാ. പാട്രിയേറ്റ് മമ്മൂക്കാനോടൊപ്പം. ലാലേട്ടനല്ല, മമ്മൂക്കയാണ് നായകൻ. താൻ ആ പോത്ത് കിടത്തി കിടക്കുന്ന വന്നേ കാര്യം പറയട്ടെ. മമ്മൂക്കയുടെ പടത്തിന് കൊണ്ട് മമ്മൂക്ക വയനാട്ട് ഇറങ്ങുന്ന പടമാണ്. എന്തായാലും 1000 കോടി ഉറപ്പാണ്. താൻ വന്നില്ലേ പടത്തിന്? ഒന്നാമത്തെ കാര്യം, എല്ലാ പ്രാവശ്യവും രക്ഷിക്കാൻ വന്നതാരാണ് ലാലേട്ടൻ. 2020 കണ്ടല്ലേ, വെറുതെ ആവശ്യമില്ലാതെ അവിടെ കിടന്ന് കടലാസ് ഉറപ്പിക്കാനോ നമുക്ക് എൻട്രി ഉണ്ട് അത് ചെയ്യാനോ ഇനി വരാൻ നിൽക്കണ്ട. ലാലേട്ടൻ തൂക്കും എന്ന് പറഞ്ഞാൽ തൂക്കിയിരിക്കും. അവിടെ പണ്ട് ഇതേപോലെ ഒന്നും അബദ്ധം ഇങ്ങനെ പെട്ട് കിടന്നപ്പോളേ നമ്മളെ മമ്മൂക്ക ഉണ്ടായിട്ടുള്ള നരിയായിട്ട് ഒന്ന് രക്ഷിക്കാനുണ്ട്. പിന്നെ നീ ഇത് വലിയ കുട്ടിയെ രക്ഷിക്കൊന്നും വേണ്ട, ഇത് മമ്മൂക്ക തൂക്കും. മമ്മൂക്കാൻ്റെ അഭിനയം പോലെ ഒന്നും അല്ല ലാലേട്ടൻ. സംഭവം ഒരേ ആൾക്കാരൊക്കെ തന്നെയാണ് ഈ മലയാള സിനിമയിൽ നിൽക്കുന്നവരൊക്കെ തന്നെ. പക്ഷേ സിനിമ ആണെങ്കിൽ ഇത് മമ്മൂക്കനെ വെച്ച് തന്നെ നമ്മൾ കണ്ടുവരും. ലാലേട്ടൻ വെറും ഗസ്റ്റാണ്. പിന്നെ ബാക്കിയുള്ളവർ മമ്മൂക്ക തൂക്കുന്ന സീന് നീ ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നീ ഇത് കണ്ടോ? നിൻ്റെ ഒപ്പം എന്തായാലും ഞാൻ വരും. പേപ്പർ എന്തായാലും ഞാൻ വെച്ചിട്ടുണ്ട് മമ്മൂക്കക്ക് വേണ്ടിയിട്ട്. നീ അതുപോലെ കരുതി ആർക്കാണ് കൂടുതൽ പേപ്പർ എറിയാൻ പോകണമെന്നുള്ളത് ഞാൻ മനസ്സിലായി. പൊളി തന്നെയാണ്. ലാലേട്ടൻ പടമായിട്ട് മാറും. ലാലേട്ടൻ അറിയാലോ മമ്മൂക്കൻ്റെ റേഞ്ച് നിനക്ക് അറിയാൻ പാടാനാണ്. അവനെ മമ്മൂക്ക നിന്നാൽ ഇവിടെ ആൾക്കാർ വന്ന് ഇങ്ങനെ കൈയടിച്ചങ്ങോട്ട് പോകും. ലാലേട്ടൻ മമ്മൂക്ക ഫാനായതുകൊണ്ട് ഞാൻ ലാലേട്ടൻ്റെ ആരാധനയൊക്കെ തന്നെ. പക്ഷേ മമ്മൂക്കയാണ് ഇതിനകത്ത് ലീഡ് ചെയ്യാൻ പോണത്. എടാ നമ്മൾ നീ തല്ലുപിടിക്കണം. മമ്മൂക്കയായാലും മോഹൻലാലായാലും നമ്മുടെ താരങ്ങളല്ലേ, അവരുള്ളതുകൊണ്ട് ഈ സിനിമ വെക്കുന്നത്. നമുക്ക് അങ്ങോട്ട് തകർക്കാന്ന്. ഉറപ്പല്ലേ? നമുക്ക് എന്തായാലും നമുക്ക് തിയേറ്റർ പൂരപ്പറമ്പാക്കാം.